Hi dear students, complex numbers and quadratic equations എന്ന ചാപ്റ്ററിൻ്റെ പുതിയ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് some properties of conjugate and modulus of complex numbers ആണ്. Conjugate നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. z is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് z ബാർ a മൈനസ് ib ആയിരിക്കും. അതുപോലെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് എല്ലാം ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല, പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന കോണ്ടൻറ്റ് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതിനാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടീസ് 1 by 1 ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ 1 by 1 ആയിട്ട് ഈ പ്രോപ്പർട്ടീസ് നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലാത്തത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. ഒന്ന്, സെഡ് ബാർ. സെഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആണ്. സെഡ് ബാർ ദി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു വാട്ട്? നിങ്ങൾക്ക് ഊഹിച്ചാൽ ഗസ് ചെയ്ത ആൻസർ പറയാൻ പറ്റും അല്ലേ? സെഡ് ബാർ ദി ഹോൾ ബാർ ഈസ് നത്തിങ് ബട്ട് സെഡ് ഇറ്റ് സെൽഫ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കണ്ട് വീണ്ടും കോൺജുഗേറ്റ് കണ്ടാൽ ആൻസർ സെഡ് തന്നെയായിരിക്കും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയാം. സെഡ് ഇസ് ഈക്വൽ ടു 3 + i4 ആണെന്ന് വിചാരിച്ചോളൂ. കോൺജുഗേറ്റ് കണ്ടാൽ എന്തായിരിക്കും ആൻസർ? യെസ്, 3 - i4 ആണ് കോൺജുഗേറ്റ് അല്ലേ? വീണ്ടും ഈ സെഡ് ബാറിൻ്റെ കോൺജുഗേറ്റ് കണ്ടാൽ, കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റിയാൽ മതി അല്ലേ? ഇതെന്തായിരിക്കും ആൻസർ? സെഡ് തന്നെ ആയിരിക്കും. ഇനി നോ നീഡ് ഓഫ് എനി എക്സ്പ്ലനേഷൻ. സെഡ് ബാർ ദി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു സെഡ് എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ എ എന്ന് നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചതുപോലത്തെ ഒരു സമാനമായ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി സെഡ് പ്ലസ് സെഡ് ബാർ. സെഡ് പ്ലസ് സെഡ് ബാർ ഇസ് ഈക്വൽ ടു 2 റിയൽ സെഡ്. മറ്റൊരു രൂപത്തിലും കൂടെ പറയാറുണ്ട്, സെഡ് പ്ലസ് സെഡ് ബാർ ഈസ് പ്യുവർലി റിയൽ എന്നും കൂടെ പറയാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ വിശദീകരിക്കാം. നിങ്ങൾ എഴുതിയെടുക്കണം നിർബന്ധമില്ല, ആവശ്യക്കാർക്ക് എഴുതിയെടുക്കാം. നോക്കൂ, സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെന്ന് വിചാരിച്ചോളൂ. വട്ട് ഈസ് സെഡ് ബാർ? സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി. നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. സെഡ് പ്ലസ് സെഡ് ബാർ, രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്താൽ ഈ ഐ ബി ക്യാൻസൽ ആവും. 2a എന്ന ആൻസർ കിട്ടും അല്ലേ? 2a എന്ന് പറഞ്ഞാൽ എന്താ? എ ഈസ് വാട്ട്? എ ഈസ് റിയൽ സെഡ് അല്ലേ? 2 റിയൽ സെഡ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ ചെയ്താൽ എപ്പോഴും ഒരു പ്യുവർലി റിയൽ നമ്പർ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് പ്രോപ്പർട്ടി സെഡ് മൈനസ് സെഡ് ബാർ. സെഡ് മൈനസ് സെഡ് ബാർ ഇസ് ഈക്വൽ ടു 2i. 2i ഇമാജിനറി സെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ സെഡ് മൈനസ് സെഡ് ബാർ ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? ഇതാ നോക്കൂ, സെഡ് മൈനസ് സെഡ് ബാർ. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ 2ib എന്ന ആൻസർ കിട്ടും. 2iൻ്റെ ശേഷം വരുന്ന ഈ ബി ഈസ് വാട്ട്? ബി എന്ന് പറഞ്ഞാൽ ഇമാജിനറി സെഡ് ആണ്. സോ ദ ആൻസർ ഈസ് 2 ഇമാജിനറി സെഡ്. അല്ലെങ്കിൽ സെഡ് മൈനസ് സെഡ് ബാർ ഈസ് പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് സെഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. സെഡ് ബാർ ചെയ്താൽ എപ്പോഴും മോഡുലസ് ഓഫ് സെഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. നോക്കൂ, സെഡ് ആവശ്യക്കാർക്ക് എഴുതിയെടുക്കുക, എല്ലാവരും എഴുതണമെന്ന് നിർബന്ധമില്ല. സെഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി. വട്ട് ഈസ് സെഡ് ബാർ? യെസ്, എ മൈനസ് ഐ ബി. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. സെഡ് ബാർ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ഐ ബിൻ്റെ എ മൈനസ് ഐ ബി അല്ലേ? എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ഐ ബി സ്ക്വയർ. ആൻസർ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ദിസ് ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ മോഡ് സെഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴെല്ലാം കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ പ്യുവർലി റിയൽ നമ്പർ ആക്കുന്നു. ഓക്കെ, സെഡ് ബാർ എപ്പോഴും എന്തായിരിക്കും? ഒരു പ്യുവർലി റിയൽ നമ്പർ ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഈ പ്രോപ്പർട്ടി ഒന്ന് നന്നായി നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. Z1 പ്ലസ് Z2 ഒരു സമ്മിൻ്റെ കോൺജുഗേറ്റ്. Z1 പ്ലസ് Z2 ദ ഹോൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 ബാർ പ്ലസ് Z2 ബാർ. സെപ്പറേറ്റ് നമുക്ക് കോൺജുഗേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതിയാവുന്നതാണ്. അതുപോലെ Z1 മൈനസ് Z2 ദി ഹോൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 ബാർ മൈനസ് Z2 ബാർ. ഓക്കെ, തേർഡ് വൺ Z1 ഇൻറ്റു Z2 ദി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ
bar into second conjugate, and finally z1 by z2 the whole bar is equal to z1 bar divided by z2 bar. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവും. ഇത്രയും പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ z ബാർ mod z സ്ക്വയർ. ബാക്കിയെല്ലാം നമുക്ക് ഊഹിച്ചാൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇനി മോഡുലസുമായി ബന്ധപ്പെട്ട 1-2 പ്രോപ്പർട്ടീസാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. എഴുതിക്കോളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ എഴുതി വെക്കണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. മോഡുലസ് ഓഫ് z is equal to മോഡുലസ് ഓഫ് z ബാർ is equal to മോഡുലസ് ഓഫ് നെഗറ്റീവ് z. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡുലസും നെഗറ്റീവ് ഓഫ് സെഡിൻ്റെ മോഡുലസ് എല്ലാം സെയിം ആയിരിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഒരു കോൺജുഗേറ്റ് നമ്പർ z is equal to 3 + i4 ആണെന്ന് വിചാരിച്ചോളൂ. എന്താണ് ഇതിൻ്റെ മോഡുലസ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3² + 4² അല്ലേ, √25 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ മോഡുലസ് ഓഫ് z ബാർ എഴുതാണെന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ? അതിൻ്റെ കോൺജുഗേറ്റ് 3 - i4, അതിൻ്റെ മോഡുലസ് 3² + -4², സെയിം നമ്പർ ആയിരിക്കും അല്ലേ, √25 എന്ന ആൻസർ കിട്ടും. നെഗറ്റീവ് ഓഫ് z എഴുതിയാലോ? നെഗറ്റീവ് ഓഫ് z എന്ന് പറഞ്ഞാൽ -3 - i4 അല്ലേ, ഇതിൻ്റെ മോഡുലസ് എന്താ വരിക നോക്കൂ, റൂട്ട് ഓഫ് -3² 9 -4² 16, സെയിം നമ്പർ ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എ നമ്പറും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡുലസും അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ മോഡുലസ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. മോഡ് ഫസ്റ്റ് ഇൻറ്റു മോഡ് സെക്കൻഡ്. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും സെപ്പറേറ്റ് മോഡുലസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഞാൻ ഇവിടെ സംസാരിക്കാം. മോഡുലസ് ഓഫ് z² ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. മോഡുലസ് ഓഫ് z² എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് z ഇൻറ്റു z എന്ന് എഴുതാം. സെപ്പറേറ്റ് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് z ഇൻറ്റു മോഡ് z എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ മോഡ് z² എന്ന് എഴുതാൻ പറ്റും. മോഡുലസ് ഓഫ് z² എന്ന് പറഞ്ഞാൽ മോഡ് z-ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഈ ഒരു പ്രോപ്പർട്ടി. ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ജനറലായിട്ട് ഇങ്ങനെ എഴുതാം, മോഡ് z⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് z ദി ഹോൾ റേസ് ടു n. ഇത് കാണുമ്പം രണ്ടും നമുക്ക് ഒരേപോലെ തോന്നും അല്ലേ. മോഡുലസ് ഓഫ് z⁻n എന്ന് പറഞ്ഞാൽ മോഡ് z⁻n. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വിശദീകരിക്കാം. ഇതിൻ്റെ മോഡുലസ് കാണാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിൻ്റെ മോഡുലസ് കാണാൻ ഈസി ആയിരിക്കും. ഓക്കെ, അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. മറ്റൊരു പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് z1 ഡിവൈഡ് ബൈ z2. ഒരു കോഷ്യൻറ്റിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇത് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് കോഷ്യൻ്റ് ആണ്. ഇത് രണ്ട് കോംപ്ലക്സ് നമ്പറിന് മാത്രമല്ല ശരിയാവുന്നത്. ഇവിടെ z1 z2 z3 z4 അങ്ങനെ 3-4 കോംപ്ലക്സ് നമ്പർ ഒക്കെ ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് മോഡുലസ് കണ്ടാൽ ആൻസർ കിട്ടുമെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. മോഡ് z1 z2 ഇവിടെ രണ്ടെണ്ണമാക്കി എഴുതിയിട്ടുണ്ട്. z1 z2 z3 ഉണ്ടായിരുന്നെങ്കിൽ മോഡ് z1 ഇൻറ്റു മോഡ് z2 ഇൻറ്റു മോഡ് z3 ആ പ്രോപ്പർട്ടി എല്ലാം ജനറലായിട്ട് ഹോൾഡ് ചെയ്യുമെന്ന കാര്യം കൂടെ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 50 ആണ്. ഫൈൻഡ് ദി മോഡുലസ് ഓഫ് z is equal to 2 + 3i the whole raised to 5 എന്നാണ് ചോദ്യം അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ മോഡ് z എഴുതുന്നു. മോഡ് z ആണല്ലോ ചോദ്യം. മോഡ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, മോഡുലസ് ഓഫ് 2 + 3i the whole raised to 5. കണ്ടോ, ഇവിടെ a + b whole raised to 5 ചെയ്തതിൻ്റെ ശേഷം മോഡുലസ് കാണുന്ന പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ അല്ല, കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നേരിട്ട് ഇങ്ങനെ മോഡുലസ് കാണും. അവിടെയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് z⁻n. ഇപ്പോൾ z⁻n കണ്ടതിൻ്റെ ശേഷം മോഡുലസ് കാണുന്നതിന് പകരം നമ്മൾ മോഡുലസ് ഓഫ് z കണ്ടതിൻ്റെ ശേഷം പവർ n ചെയ്യും. ഇതാണ് ഈ ഡിഫറൻസ്. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? a + b whole raised to 5 കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ എഴുതും, 2 + 3iയുടെ മോഡുലസ് കണ്ടതിൻ്റെ ശേഷം പവർ 5 ചെയ്യും. ഇതാണ് ആ പ്രോപ്പർട്ടി. ഇനി മോഡുലസ് ഓഫ് 2 + 3i കാണാൻ ഈസിയാണ്. എന്താണ്? റൂട്ട് ഓഫ് a² + b², റൂട്ട് ഓഫ് 4 + 9 എന്നാണ്. ശരിയല്ലേ? റേസ് ടു 5 എന്ന് എഴുതും, റേസ് ടു 5. ഇത് എത്രയായിരിക്കും? √13 അല്ലേ. √13 റേസ് ടു 5 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ റേസ് ടു 5
കണ്ടതിൻ്റെ ശേഷമല്ല മോഡുലസ് കണ്ടത്, മോഡുലസ് കണ്ടതിൻ്റെ ശേഷമാണ് ആ റേസ് ടു 5 ചെയ്തിരിക്കുന്നത്. ക്ലിയർ? എഴുതിയെടുത്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51. എല്ലാവരും ചോദ്യം എഴുതണം, എന്നിട്ട് ആൻസർ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. ഓക്കെ. ഇഫ് z is equal to 1 plus 2i the whole raised to 10 divided by 2 plus i the whole raised to 5. ഫൈൻഡ് മോഡ് z എന്നാണ്. നോക്കാം നമുക്ക് മോഡ് z. ഇവിടെ നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യാന്ന്. കോഷ്യൻ്റ് വരുന്നുണ്ട്, പവറും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയും ഒരേ സമയം യൂസ് ചെയ്യാം. ഓക്കെ. മോഡ് z ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മോഡുലസ് എഴുതണം അല്ലേ? എന്ന് പറഞ്ഞാൽ 1 plus 2i the whole raised to 10 divided by 2 plus i the whole raised to 5 മോഡുലസ് ആണ്. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് z1 by z2 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മോഡുലസ് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല 10 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഉപയോഗിച്ച് അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 plus 2iയുടെ മോഡുലസ് റേസ് ടു 10 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ താഴെ 2 plus iയുടെ മോഡുലസ് എഴുതി റേസ് ടു 5 എന്ന് എഴുതി. കണ്ടോ, രണ്ട് പ്രോപ്പർട്ടിയും ഇവിടെ യൂസ് ചെയ്തു. ഓക്കെ. ഒന്നാമത്തെ മോഡുലസ് നമുക്കറിയാം, റൂട്ട് ഓഫ് 1 plus 4 ആണ്, റേസ് ടു 10 divided by again denominator root of 4 plus 1 raised to 5. Okay, this is equal to root 5 ആണ് അല്ലേ? root 5 raised to 10 divided by root 5 raised to 5. ആണെങ്കിൽ ഒരു 5 നമുക്ക് ക്യാൻസൽ ചെയ്താൽ root 5 raised to 5 എന്ന് ആൻസർ കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്, 4 ആകുമ്പോൾ 25 റൂട്ട് 5 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല, അതുപോലെ റേസ്റ്റ് 10 കണ്ടിട്ടില്ല, ഒന്നും ചെയ്യാതെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മോഡുലസ് മാത്രം ചോദിച്ചാലേ നമുക്ക് ഈ മാർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മോഡുലസ് മാത്രമാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ ചെയ്യാവുന്നതാണ്. ന്യൂമറേറ്ററിൻ്റെ മോഡുലസ്, ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ് സെപ്പറേറ്റ് ആക്കി, പിന്നെ റേസ്റ്റ് 10 എന്നുള്ളത് പുറത്തെഴുതി. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ മോഡൽ ചോദ്യം. x plus iy is equal to a plus ib divided by a minus ib, then prove that x square plus y square is equal to 1. ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് തന്നിരിക്കുന്നത് എന്താണ്? യെസ്, x plus iy is equal to a plus ib divided by a minus ib. ആദ്യം നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം, ടേക്കിംഗ് മോഡ് both sides രണ്ട് ഭാഗത്ത് മോഡുലസ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് മോഡുലസ് എടുക്കുക അല്ലേ? എങ്ങനെ സെപ്പറേറ്റ് മോഡുലസ് എടുക്കുക? ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ്. അതാണ് നേരത്തെ പഠിച്ച റിസൾട്ട്. വാട്ട് ഈസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ? യെസ്, ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ് എന്താണ്? ഇത് രണ്ടും കോൺജുഗേറ്റ്സ് അല്ലേ? അതും എ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ. ദിസ് ഈസ് നത്തിങ് ബട്ട് 1 അല്ലേ? രണ്ടും ക്യാൻസൽ ചെയ്താൽ ആൻസർ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കൂ. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിട്ട് മാറും. ഇതിൻ്റെ ആൻസർ 1 തന്നെ ആയിട്ട് മാറും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. കണ്ടല്ലോ. അപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് കിട്ടും. പിന്നീട് നമ്മൾ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. മോഡുലസിൻ്റെ ഡെഫിനിഷൻ മറക്കരുത്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എ പ്ലസ് ഐ ബിൻ്റെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിൻ്റെ ആൻസർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് മറക്കാൻ പാടില്ല. ഓക്കെ. രണ്ട് സ്റ്റെപ്പാണ് ഉപയോഗിച്ചത്, ടേക്കിംഗ് മോഡുലസ്, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. ഇഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു a plus ib divided by c plus id, then prove that x square plus y square is equal to a square plus b square divided by c square plus d square. നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഇവിടെ തുടങ്ങുന്നു. തന്നിരിക്കുന്ന ഡാറ്റ ഒരിക്കൽ കൂടി എഴുതുന്നു. എന്താണ് ഡാറ്റ? എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഐ ഡി. സി ഐ ഡി അല്ല, സി പ്ലസ് ഐ ഡി ആണ്. ഓക്കെ.
നമ്മൾ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും മോഡുലസ് എടുക്കുന്നു. ജസ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ. ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽസ്, ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് എഴുതണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് എഴുതാം. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് സി പ്ലസ് ഐ ഡി. ക്ലിയർ? ഇനി മോഡുലസിൻ്റെ ഡെഫിനിഷൻ എന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ എസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ആൻസറിലേക്ക് നോക്കൂ. റൂട്ടില്ല അല്ലേ? അപ്പോൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാണ്. യെസ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഏതൊരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ഒരേ സമയം ചെയ്യണം. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിട്ട് മാറും. റൈറ്റ് സൈഡിൽ ഈ റൂട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നായിട്ട് നമ്മുടെ ആൻസർ. നോക്കൂ, ചോദ്യത്തിലേക്ക് നോക്കൂ. റെഡി ആയില്ലേ ആൻസർ? ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടേക്കിംഗ് മോഡ് ബോത്ത് സൈഡ്സ് ആൻഡ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് ഓപ്പറേഷൻസ് ആണ് ചെയ്തത്. മോഡുലസിൻ്റെ ഡെഫിനിഷൻ ചെയ്തു, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തു അല്ലേ? Z1 ബൈ Z2ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. ആ രണ്ട് പ്രോപ്പർട്ടീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x minus iy is equal to root of a minus ib by c minus id, prove that x square plus y square the whole square is equal to a square plus b square divided by c square. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ആദ്യം ഈ സ്ക്വയർ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. ആദ്യം നിങ്ങൾ സ്ക്വയർ ചെയ്യണം കേട്ടോ. ആദ്യം സ്ക്വയർ ചെയ്യുമ്പം ഇത് ഒഴിവാവും. പിന്നീട് നിങ്ങൾ മോഡുലസ് എടുക്കുക, ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. അതിനുശേഷം ഒന്നും കൂടെ സ്ക്വയർ ചെയ്യുക. ഈ മൂന്ന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. If a plus ib into c plus id into e plus if into g plus ih is equal to capital A plus ib, then prove that a square plus b square into c square plus d square into e square plus f square into g square plus h square is equal to a square plus b square. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന കാര്യം ഒന്നും കൂടെ എഴുതുകയാണ്. ഇതാ എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു ജി പ്ലസ് ഐ എസ് എ പ്ലസ് ഐ ബി. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഞാൻ മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുമ്പോൾ ഇവിടെ മോഡുലസ് എന്ന് കൊടുക്കുന്നു അല്ലേ? രണ്ട് സൈഡിലും ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മോഡുലസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മോഡുലസ്. ഇത് Z1, Z2, Z3, Z4 4 കോംപ്ലക്സ് നമ്പർ അല്ലേ? അപ്പോൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് മോഡുലസ് എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇതാ നാലിനത്തിനും സെപ്പറേറ്റ് ആക്കുകയാണ്. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ മോഡുലസ് ഓഫ് സി പ്ലസ് ഐ ഡി ഇൻറ്റു തേർഡ് വൺ മോഡുലസ് ഓഫ് ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ജി പ്ലസ് ഐ എച്ച്. അങ്ങനെ എത്ര കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിലും നമുക്ക് മോഡ് Z1 Z2 എന്ന് പറഞ്ഞാൽ മോഡ് Z1 ഇൻറ്റു മോഡ് Z2 എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി തന്നെ എഴുതി. ഈ മോഡുലസിൻ്റെ ഡെഫിനിഷൻ എന്താ? മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നു. റൂട്ട് ഓഫ് അല്ലേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മോഡുലസ് ഓഫ് സി പ്ലസ് ഐ ഡി എന്താണ്? യെസ്, റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. മോഡുലസ് ഓഫ് ഇ പ്ലസ് ഐ എഫ് എന്താണ്? ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ മോഡുലസ് ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ മോഡുലസ് എന്താണ്? യെസ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് മോഡുലസ്. ഓരോന്നിൻ്റെയും മോഡുലസ് അല്ലേ? മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ മാത്രം യൂസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാം. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ സ്ക്വയറിങ്, സ്ക്വയർ ചെയ്താൽ ആൻസർ ആയില്ലടോ. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറയൂ ആൻസർ. ഇതിൻ്റെ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ശരിയല്ലേ?
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഫസ്റ്റ് സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തതിൻ്റെ സ്ക്വയർ എന്താണ്? സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. മൂന്നാമത്തതിൻ്റെ സ്ക്വയർ ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. അഗെയിൻ ഫോർത്ത് സ്ക്വയർ എന്താണ്? ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ദെയർഫോർ ദ ആൻസർ നോക്കൂ, ഇതാണ് ചോദ്യം. പ്രൂവ് ദാറ്റ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടി. കണ്ടില്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അതുപോലെ എഴുതി. ടേക്കിംഗ് മോഡ് ബോത്ത് സൈഡ്സ്. ഇവിടെ മോഡ് ഫസ്റ്റ്, മോഡ് സെക്കൻഡ്, മോഡ് തേർഡ്, മോഡ് ഫോർത്ത്, 4 സെപ്പറേറ്റ് മോഡുലസ് കണ്ടു. ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു മോഡുലസിൻ്റെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് മോഡുലസ് ഓഫ് 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു 2 റൈസ്ഡ് എക്സ് ഫൈൻഡ് എക്സ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞ് ചോദിക്കും കേട്ടോ. സോൾവ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കൂ, മോഡുലസ് ഓഫ് 1 മൈനസ് ഐ ദി ഹോൾ റൈസ്, മോഡുലസ് ഓഫ് 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ് അല്ലേ? എന്താ മോഡുലസ് ഓഫ് 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ? യെസ്, റൂട്ട് ഓഫ് 1 പ്ലസ് 1 ആണ് അല്ലേ? 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. ഓക്കെ, ഇത് പ്രൂവ് ദാറ്റ് എന്നല്ല കേട്ടോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ്. നന്നായി ശ്രദ്ധിക്കണം. ഇത് റൂട്ട് 2 ആണ്. റൂട്ട് 2 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ്. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ റൂട്ട് 2 അതുപോലെ അങ്ങ് എഴുതും. ഈ 2ന് പകരം നമ്മൾ റൂട്ട് 2 സ്ക്വയർ എന്ന് എഴുതും. ദി ഹോൾ റൈസ് ടു എക്സ് എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 2 റൈസ് ടു 2x. ഇപ്പോൾ നോക്കൂ, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണ് അല്ലേ? റൂട്ട് 2 ഒന്ന് റൂട്ട് 2 ഒന്ന്, രണ്ട് ബേസും തുല്യമായതുകൊണ്ട് രണ്ട് പവറും തുല്യമായിരിക്കണം. ഇവിടുത്തെ പവർ എന്താണ്? 2. ഇവിടുത്തെ പവർ 1 ആണ്. 1 therefore 1 is equal to yes, 1 is equal to 2x. 1 is equal to 2x. 1 is equal to 2x വരണമെങ്കിൽ x എന്തായിരിക്കണം? x is equal to half ആയിരിക്കണം. x is equal to half. ക്ലിയർ? മോഡുലസ് ഓഫ് 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 1 is equal to 2 റൈസ്ഡ് എക്സ്. ഇത് റൂട്ട് 2 ആണ്. റൂട്ട് 2 is equal to 2 റൈസ്ഡ് എക്സ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ മോഡൽ എഴുതണം. ഇപ്പോൾ 2ന് പകരം നമ്മൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി, റൈസ്ഡ് എക്സ് എന്ന് എഴുതി. റൈസ്ഡ് എം ദ ഹോൾ റൈസ് എന്ന് പറഞ്ഞാൽ റൈസ്ഡ് എം എൻ ആണ്. ഇപ്പോൾ റൂട്ട് 2 റൈസ്ഡ് 2x. ഓക്കെ, ഇത് രണ്ടും സെയിം ആയിട്ട് വരണമെങ്കിൽ രണ്ട് ബേസും തുല്യമാണ്, രണ്ട് പവറും തുല്യമാക്കണം. രണ്ട് പവറും തുല്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2x is equal to 1 ആയിരിക്കണം. therefore x is equal to half എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. if z is equal to 1 plus i the whole raised to 10 find modulus of z എന്നാണ്. അപ്പോൾ മോഡുലസ് ഓഫ് z നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1 plus i the whole raised to 10 ആണ്. അപ്പോൾ ഈ 10ന് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. മോഡുലസ് ഓഫ് z raised എന്ന് പറഞ്ഞാൽ മോഡ് z the whole raised എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. നിങ്ങളോട് സ്വയം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മാത്തമാറ്റിക്സിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയകരമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രാക്ടീസ് മേക്ക് വൺ പെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.